ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. അപ്പോൾ ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് ചെടി പരിപാലനം നടത്തുവാണ്. ഇടയ്ക്ക് ഇപ്പം ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ വെച്ചാൽ ബക്കറ്റിൽ വെയിറ്റ് ഒന്നും തൂക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നില്ലല്ലോ. ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല ഒരു വർഷത്തേക്കെങ്കിലും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ബോട്ടിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് പതിവ്, ഇലകൾക്കൊക്കെ ഒന്ന് വെള്ളം കിട്ടാനായിട്ടൊക്കെ. പിന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതും ഇതിനൊക്കെ. എനിക്ക് ചെടിയെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ, കാരണം ഞാനതിൽ അങ്ങനെ ഒരു 5% നോളജ് പോലും ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പം അധികം പുറത്തിറങ്ങാറുമില്ല, കാരണം ഈ ബ്രഹ്മപുരം എല്ലാവർക്കും അറിയാം, ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ തീപിടുത്തം. ഞങ്ങളുടെ അടുത്താണ് കേട്ടോ, ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഇവിടോട്ട് അധികം പൊടി വരുന്നില്ല. എന്നാലും പറ്റുമ്പോഴൊക്കെ ജനൽ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര നല്ല അസൽ ചൂടുമാണ്, എന്നാലും പുറത്തിറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ചെടിയൊക്കെ വല്ലപ്പോഴും ഒന്ന് നോക്കേണ്ടത്. അതുകൊണ്ട് താഴോട്ട് അല്ലെങ്കിലേ ഞാൻ ഇറക്കമില്ല, ഞാൻ ഹൗസ് അറസ്റ്റിലാണ്. ബാൽക്കണിയാണ് ആകെ ഞാൻ കാണുന്നൊരു സ്ഥലം. ഈ ബോട്ടിൽ ഞാൻ പണ്ട് ബാൽക്കണി മേക്ക് ഓവർ വീഡിയോയിൽ കാണിച്ചത്, അപ്പം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണും. അന്ന് ഞാൻ സ്പ്രേ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. അന്ന് ഞാൻ കുറേ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. പക്ഷെ പിന്നെ ഞാൻ ആ വഴിക്കേ വന്നിട്ടില്ല. അത് എപ്പോഴും ഇവിടെ ഇരിക്കുന്നതാണ്. ഞാൻ പൊടിയൊക്കെ തുടച്ചങ്ങ് വെക്കും, അങ്ങനെ തന്നെ ഇരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മണി പ്ലാന്റൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു ഭംഗി, ചുമ്മാ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു സന്തോഷമാണല്ലോ. അപ്പം ചെറുതായിട്ട് അതിൻ്റെ മണി പ്ലാന്റ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഇല പോകാൻ പാടില്ല, കാരണം ഇല വെള്ളത്തിലായാൽ അത് അഴുകി പോകുന്ന പറയുന്നത്. അപ്പം അങ്ങനെ ഇട്ട് വെച്ചു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് നമ്മുടെ ഈ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് സൺസ്ക്രീൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? സത്യം പറയണം, അല്ലെങ്കിൽ ഇപ്പം ഇപ്പം എന്നോട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പറയാൻ നിങ്ങൾക്ക് മനസ്സിലൊന്ന് ആലോചിക്കുക, ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടോ? ചിലർ വിചാരിക്കും ഞാൻ സൺസ്ക്രീൻ ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ വല്ലപ്പോഴും ഭയങ്കര കൊടും വെയിലത്ത് മാത്രം പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടാവും, അല്ലേ? പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ചിലർ ഒട്ടുമേ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിച്ചിട്ട് എന്താ അതിൻ്റെ ആവശ്യം, ഒട്ടുമേ ഉപയോഗിക്കാത്തവരുണ്ടാവും. പക്ഷെ ഒരിക്കലും പാടില്ല. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. സൺസ്ക്രീൻ മസ്റ്റായിട്ടും നമുക്കൊരു മസ്റ്റ് ഹാവ് എന്ന് പറയേണ്ട ഒരു സാധനമാണ്. സൺസ്ക്രീൻ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അത് സ്കിന്നിന് അത് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ തന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് സൺസ്ക്രീൻ. അപ്പം സൺസ്ക്രീൻ ഞാൻ ദയവ് ചെയ്ത് അതിൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് ഞാൻ പറയുന്നത്, അത് ഞാൻ ഇന്ന ബ്രാൻഡൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ടും അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ റിക്വസ്റ്റാണ്. അത് മുഖത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ എക്സ്പോസ്ഡ് ആവുന്ന സ്ഥലങ്ങൾ. അതായത് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ്സായിട്ട് നിൽക്കുന്നത്, ഈ ഭാഗം ഒക്കെ നമ്മുടെ എന്തൊക്കെ സ്ഥലങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നു പുറത്തിറങ്ങുമ്പോൾ. ശരിക്കും വീട്ടിനകത്ത് നമ്മളിപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് ഒട്ടും വെയിൽ കൊള്ളാതെ ഇരിക്കുകയാണെങ്കിൽ ആവശ്യമൊന്നുമില്ല. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഒരു വലിയ കൊടും വെയിലൊന്നും അല്ല ഇറങ്ങുന്നെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ചെറുതായിട്ടെങ്കിലും യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങാം. അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു പ്രശ്നം, ചിലർക്ക് സൺസ്ക്രീൻ ഇട്ടിങ്ങനെ പുറത്ത് പോകുമ്പം ചില സൺസ്ക്രീനൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ പണ്ടിങ്ങനെ വരുമായിരുന്നു, വളരെ വെള്ള പൂശിയത് പോലെ. പക്ഷെ നമ്മൾ അതിൻ്റെ പുറത്ത് നോർമൽ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇപ്പം നല്ല വെള്ള പൂശിയത് പോലെ വരും, അല്ലെങ്കിൽ വേർത്ത് കഴിഞ്ഞിങ്ങനെ ഒലിച്ചു വരും, അല്ലെങ്കിൽ ഇങ്ങനെ മെഴുക്ക് പോലെ ഇരിക്കും. എൻ്റെ ഒരു ഫോട്ടോയിൽ തന്നെ ഉണ്ട് കേട്ടോ, ഞാനും നന്ദവും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഇങ്ങനെ വെള്ള പൂശിയത് പോലെ സൺസ്ക്രീൻ ഇരിക്കും. ക്രിക്കറ്റ് പ്ലേയേഴ്സിലൊക്കെ കാണത്തില്ല ഇങ്ങനെ വെള്ള പൂശിയത് പോലെ ഇരിക്കും. അതേപോലെ എൻ്റെ ഒരു ഫോട്ടോ തന്നെയുണ്ട്. എന്തൊരു വൃത്തികേടല്ലേ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ഒന്നും പേടിക്കാതെ തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന മമാഎർത്തിൻ്റെ നല്ല ഉഗ്രൻ സൺസ്ക്രീൻ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മമാഎർത്തിൻ്റെ 3 ടൈപ്പ് സൺസ്ക്രീനാണ് ഞാനിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് വെച്ചാൽ SPF ആണ്. അപ്പോൾ ഇതിൻ്റെ SPF 50 PA+++ആണ്. അപ്പോൾ ഈ സൺസ്ക്രീൻ നമുക്കൊരു നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ. അപ്പം നമ്മൾ ആ വെള്ള, ഞാൻ പറഞ്ഞില്ല, വെള്ള കളറൊന്നുമില്ല, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീനാണ് നമ്മളത് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റനും ചെയ്യും, UV റേസ് ചെയ്ത് പ്രൊട്ടക്ഷൻ.
അത് ഞാൻ പറഞ്ഞല്ലോ, അസുഖങ്ങളൊക്കെ വരാതിരിക്കാനാണ് യു വി റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണ്ടി ഒരു സൺസ്ക്രീൻ SPF എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ടേംബറിക് ഉണ്ട്. അത് നമ്മുടെ ഡാമേജ്ഡ് സ്കിൻ ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുണ്ട്, നിങ്ങൾ വെയിലൊക്കെ കൊണ്ട് ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷനും കിട്ടും. പിന്നെ ആ സൺ എക്സ്പോഷർ ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ലൊരു നാച്ചുറൽ ഗ്ലോയും കിട്ടും. അത് മാത്രമല്ല, ഇത് ലൈറ്റ് വെയ്റ്റുമാണ്, നോൺ സ്റ്റിക്കി ടെക്സ്ചറുമാണ്. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഒരു ഗ്രീസി ടെക്സ്ചറൊന്നുമില്ല, ഒട്ടൽ ഫീൽ ചെയ്യത്തില്ല. അത് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനകത്തുള്ള വൈറ്റമിൻ സിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്ത് UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ടേർമറിക്കിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് സൺ ബേൺ ചെയ്ത് നമ്മളെ ഹീൽ ചെയ്ത് ഒരു ഗ്ലോ തരും. MamaEarth വിറ്റമിൻ C ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ മേക്ക് സേഫ് സർട്ടിഫൈഡ് ആണ്. അതിനകത്ത് ഒരു ടോക്സിൻസും ഹാംഫുൾ കെമിക്കൽസും ഇല്ല. അടുത്തത് ഞാൻ റൈസ് സൺസ്ക്രീൻ ജെല്ലിട്ട് കാണിക്കാം. ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ റൈസ് വാട്ടറും നിയാസിനമൈഡുമാണ്. അത് നമുക്ക് UVA ആൻഡ് UVB പ്രൊട്ടക്ഷനാണ് തരുന്നത്. ഇതൊരു ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ഫോർമുലയാണ് കേട്ടോ. അത് SPF 50 ആണ്, നല്ല സൺ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ഇട്ട് കാണിക്കാം. ഇതിനകത്തുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ക്യാരറ്റ് സീഡും ടേർമറിക്കുമാണ്. ഇതിനകത്ത് SPF 50 PA+++ ആണ് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, MamaEarthന്റെ പ്രോഡക്ട്സ് എല്ലാം കെമിക്കൽ ഫ്രീ ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. MamaEarthന്റെ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓരോ ഓർഡർ അവർ നടുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു തൈകളിലോട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് അവർ എത്ര എക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ MamaEarthന്റെ പ്രോഡക്ട്സ് എല്ലാം ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, നിങ്ങളുടെ അടുത്തുള്ള ഓരോരോ കുട്ടി സൂപ്പർ മാർക്കറ്റിലും കടകളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അത് കാണുമ്പോൾ എന്നെ അറിയിക്കണം, അപ്പം ഞാനും ഹാപ്പിയാവും. അതേപോലെ DREAM2023 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ വെബ്സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പാചകത്തിനായി അടുക്കളയിലോട്ട് കയറുവാണ്. അപ്പം ഇന്ന് പാസ്തയാണ് എൻ്റെ കുക്കിംഗ് വിഭവം. ചോറ് കഴിച്ചിട്ട് മതിയായിരിക്കുവാണ്. അതും ഒത്തിരി നാൾ പഴകിയ കൂട്ടാനും സെയിം കൂട്ടാൻ റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്കൊക്കെ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാം. എൻ്റെ ഫേവറേറ്റ് സാധനമായ പാസ്ത, ഇറ്റാലിയൻ പാസ്ത നമുക്ക് പല രീതിയിലുണ്ടാകും. എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. 2 പാക്കറ്റ് പഴയ ഇരിപ്പുണ്ടായിരുന്നു. ഒരെണ്ണം പുതിയത് മീനാക്ഷിക്ക് ഈയിടെയെന്നല്ല, മീനാക്ഷി പെട്ടുണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തത്. പുതിയത് മേടിച്ച് പിന്നെ നേരത്തെ ആയിരുന്നു മീനാക്ഷിക്ക് കൊടുക്കാനായിട്ട് പുതിയത് മേടിച്ചായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഒരു പഴയ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ വേവിക്കാൻ വെച്ചു. ഇച്ചിരി ഉപ്പും കുറച്ച് ഉലുവയിലും കൂടി ഇട്ടാണ് നല്ല വെള്ളം ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചു. അതിന് വേണ്ടി വെജിറ്റബിൾസ് ഞാൻ എടുക്കുന്നത് ബ്രൊക്കോളിയും കോണും കൂടെയാണ്. ബ്രൊക്കോളി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ബ്രൊക്കോളി അതിന് മുമ്പ് ആദ്യം കുറച്ച് ഉപ്പും വിനീഗറും സോഡാപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. ബ്രൊക്കോളി നല്ല പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. പാസ്ത വെന്തോ നോക്കാനായിട്ടൊന്ന് നോക്കിയാൽ മതി. ആ തവി വെച്ചിട്ടൊന്ന് ഉടച്ച് നോക്കിയാൽ മതി. ഞാൻ ഇടയ്ക്കൊന്ന് പൊക്കി നോക്കിയെന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ടോ അത് സ്ട്രെയിൻ ചെയ്യാനായിട്ട്. പിന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തു കേട്ടോ, അതിന് ഒട്ടൽ മാറാനായിട്ട്. അല്ലെങ്കിൽ അതെല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. പിന്നെ അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ആദ്യം വെളുത്തുള്ളി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സവോളയൊക്കെ ഇട്ട്. ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇടാം, അധികം വേഗരുത്. ഒത്തിരി ഓവർ കുക്ക്ഡ് ആയാലും കൊള്ളത്തില്ല. സവോള ഒന്ന് ചെറുതായിട്ട് 2-3 മിനിറ്റ് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ബ്രൊക്കോളി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കോണും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഭയങ്കരമായിട്ട് വേഗണ്ട. പിന്നെ ഉപ്പും കൂടി ഇട്ടാണ് ഞാൻ വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുരുമുളകും കൂടി ചേർത്തു. ഇത് കഴിഞ്ഞ് ആ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി പരിപാടിയെല്ലാം ചെയ്യുമ്പം ഇതവിടെ ഇരിക്കുകയാണെങ്കിൽ അത് പിന്നെയും കുക്ക്ഡാവും. അത് കഴിഞ്ഞ് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. ഞാൻ സെയിം പാൻ തന്നെ ഒന്നുകൂടി ചെറുതായിട്ട് കഴുകി എടുത്തിട്ടാണ് വെച്ചത്. അതിൻ്റെ കൂടെ ബട്ടർ ചെറുതായിട്ടൊന്ന് ഉരുക്കി തുടങ്ങുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ആ മൈദ ഒന്ന് ചെറുതായിട്ട് പച്ച മണം മാറി വരണം. ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കിയിട്ട് നമുക്ക് ആ ഒരു മണം വരും ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് 1-1.5 ഗ്ലാസ് പാലത് ഈ പാസ്തയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കാച്ചിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു നല്ലൊരു സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു തിക്കായിട്ട് വരും. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇളക്കുമ്പോഴത്തേക്കും
ഫ്രഷ് ക്രീം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കണമെന്നില്ല, ഇതിൽ അധികം കുറവായിരുന്നു. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ചേർക്കണം. റെഡ് ചില്ലി ഫ്ലേക്സ് അത്യാവശ്യമൊന്നുമില്ല, കുരുമുളക് കൂടി കുറച്ച് കൂടുതൽ ചേർത്താലും മതി എരിവിന് വേണ്ടി. ഒറിഗാനോ വേണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ വെന്ത പാസ്തയും ഈ വെജിറ്റബിൾസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ചേർക്കുന്നത് ഇതാണ് ചീസില്ലേ, മോസറല്ല, ഷ്രെഡഡ് മോസറല്ല ചീസ്. അത് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. ഈ ഷ്രെഡഡ് ചീസ് ഇല്ലെങ്കിൽ ചീസ് സ്ലൈസ് നമ്മൾ മേടിച്ച് വെക്കത്തില്ല ബ്രെഡിലൊക്കെ മിക്സ് ചെയ്യാനായിട്ട്. ആ ചീസ് സ്ലൈസ് കുറച്ച് കീറിയിട്ട് കൊടുത്താലും മതി. അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിൻ്റെയും സെയിം ടേസ്റ്റ് ഉണ്ട്. അത് മോസറല്ല ചീസ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം അതിൻ്റെ ടേസ്റ്റ് ആയാലും മതി. നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ. പാസ്തയൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കുന്നതാണ് ബെസ്റ്റ് ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെഡി. വൈകുന്നേരം ആയപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് പെയിൻറ്റ് ചെയ്യണം എന്ന് ചുമ്മാ ഒന്ന് തോന്നുന്നില്ല. ഞാൻ കുറേ നാൾ മുമ്പ് ഇതേപോലെ വെറുതെ ഒരു ക്യാൻവാസിൽ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ക്യാൻവാസൊക്കെ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ. ഒത്തിരി നാളായി ചെയ്യാറൊന്നും ഇല്ലാതെയും. അപ്പം ഇത് എളുപ്പമാണ് കേട്ടോ. അങ്ങനെ പെയിൻറ്റിങ് അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഞാനിപ്പോൾ എനിക്കങ്ങനെ തനത്താൻ ഐഡിയ ഒന്നും വരാനായിട്ട് ബ്രെയിനൊക്കെ മരവിച്ച അവസ്ഥയിലാണ്. കാരണം ഐഡിയാസ് വളരെ കുറവാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിളിൽ സിമ്പിൾ പെയിൻറ്റിങ് ഐഡിയ അല്ലെങ്കിൽ പെയിൻറ്റിങ് ഐഡിയ ഓൺ ക്യാൻവാസ് ഫോർ ബിഗിനേഴ്സ് അങ്ങനെയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പടം കിട്ടും. ഓൺ ക്യാൻവാസ് എന്ന് സെർച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ഞാനിപ്പോൾ ക്യാൻവാസ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പേപ്പറിലാണെങ്കിലും ബുക്കിലാണെങ്കിലും ഒക്കെ സിമ്പിൾ പെയിൻറ്റിങ് ഐഡിയ സെർച്ച് ചെയ്താൽ കിട്ടും. എന്നിട്ട് അത് നോക്കി ഞാൻ പെയിൻറ്റ്. നമുക്ക് അല്ലെങ്കിൽ മനസ്സിൽ നല്ല ഐഡിയാസ് ഉള്ളവരാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ ബ്രെയിനൊക്കെ മരവിച്ചത് കാരണം എനിക്ക് ഐഡിയാസ് ഇല്ല. അപ്പം പക്ഷെ എന്നാലും പെയിൻറ്റ് ഇതേപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടും കേട്ടോ. മെൻ്റലായിട്ട് നമുക്ക് ഭയങ്കര ഒരു എന്താണ് പറയുന്നത്, ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറയാം. ഭയങ്കര നമുക്കത് കണ്ടു കഴിയുമ്പം അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം വരും നമുക്ക്. അതിന് പ്രത്യേകിച്ച് പെയിൻറ്റിങ് അറിയണമെന്നോ അതിലൊരു പെയിൻറ്റിങ് എക്സ്പേർട്ട് ആയിരിക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് എന്ത് കുഞ്ഞു കാര്യങ്ങളും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതേപോലെ ഞാൻ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഗൂഗിളിൽ നോക്കി വെറുതെ ചെയ്ത് നോക്കി. അതിലുള്ള കളേഴ്സൊക്കെ തന്നെ. അപ്പം ചുമ്മാ ഞാൻ ഇങ്ങനെ 2-3 ബ്രഷൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ അക്രിലിക് കളേഴ്സ് ഇല്ലേ, അത് വലിയ വിലയൊന്നുമില്ല. ഞാനിപ്പോൾ കടയിൽ പോയി മേടിച്ചായിരുന്നു, നേരത്തെ മേടിച്ച് വെച്ചിരുന്നു. അല്ലെങ്കിൽ ഓൺലൈനും കിട്ടും. ക്യാൻവാസിലാണെങ്കിൽ അക്രിലിക് കളേഴ്സ് മേടിച്ചാൽ, അല്ലെങ്കിൽ നോർമൽ വാട്ടർ കളേഴ്സ് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. നല്ലൊരു സ്ട്രെസ് റിലീഫാണ് ഇങ്ങനെ ചെയ്ത്. കണ്ടോ, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും. ഞാൻ ചെയ്തതാണല്ലോ, വലിയ സംഭവമൊന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്ത ഒരു ചെറിയ ഒരു ഇത് അത് ഇടയ്ക്കിടയ്ക്ക് അന്നല്ല ഇടയ്ക്കിടയ്ക്ക് അതിപ്പോൾ കാണുമ്പം ഞാനിത് എഡിറ്റ് ചെയ്യുമ്പം അതെനിക്കൊരു സൈഡിൽ ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. കൊച്ചു പിള്ളേരെ പോലെ നമുക്ക് തോന്നും ഞാൻ ചെയ്തതാണല്ലോ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുവാണ്. അത് സത്യമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ. വീണ്ടും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.